നിങ്ങൾക്കുള്ള ന്യൂ ഇയർ സന്ദേശം എന്താണെന്ന് നോക്കാം. ഓപ്പർച്യൂണിറ്റി. നിങ്ങളിലേക്ക് ധാരാളം അവസരങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ അവസരങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് എല്ലാ തരത്തിലും ഉതകുന്നവയായിരിക്കും. തുറന്ന മനസ്സോടുകൂടി അവസരങ്ങൾ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക എന്നതാണ് ആദ്യത്തെ സന്ദേശം. ഇപ്പോൾ നിങ്ങൾ എന്ത് വിഷമഘട്ടത്തിൽ കൂടി പോവുകയാണെങ്കിലും ഈ സാഹചര്യം കൂടുതൽ മെച്ചപ്പെടും എന്നാണ് അടുത്തുള്ള വാഗ്ദാനം. യു ആർ റെഡി. നിങ്ങൾ എന്തോ കാര്യം മനസ്സിൽ വിചാരിച്ച് എപ്പോൾ തുടങ്ങണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ റെഡിയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യവും മനസ്സിൽ വിചാരിച്ചത് തുടങ്ങാനുള്ള ഏറ്റവും ഉചിതമായ സമയമാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. റിമെയിൻ പോസിറ്റീവ്. പുതുവർഷമാണ്. പുതിയ പ്രതീക്ഷകളും പുതിയ അവസരങ്ങളും പുതിയ വാഗ്ദാനങ്ങളും പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി നിങ്ങൾക്ക് വേണം. എങ്കിൽ മാത്രമേ ഈ വക അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായും എത്തുകയുള്ളൂ. അതുകൊണ്ട് പ്ലീസ് റിമെയിൻ പോസിറ്റീവ്. യെസ്, ഇപ്രകാരം പോസിറ്റീവായി ഇരുന്നാൽ നിങ്ങൾ നിങ്ങൾ എന്തോ കാര്യം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യം നിങ്ങൾക്ക് 100% സാധിക്കും എന്നാണ് പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കുന്ന അടുത്ത വാഗ്ദാനം. ട്രസ്റ്റ്. നിങ്ങൾ പൂർണ്ണമായും ഈശ്വരനിൽ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയിൽ വിശ്വാസം സമർപ്പിക്കുക. നിങ്ങൾക്ക് നല്ലതേ വരൂ. തെറ്റായ ഒരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അമിതമായ ഉത്കണ്ഠകളും ആശങ്കകളും ഒഴിവാക്കുക. എല്ലാവിധത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതികളും നിങ്ങൾക്ക് നല്ലതിനല്ല. അപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കാനാണ് പറയുന്നത്. അബണ്ടൻസ്. നിങ്ങളിലേക്ക് അബണ്ടൻസ് ആണ് 2025 വന്നുകൊണ്ടിരിക്കുന്നത്. അബണ്ടൻസ് സ്വീകരിക്കാൻ തയ്യാറാവുക. എല്ലാവിധത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതികളും ഒഴിവാക്കുക. പ്രപഞ്ചത്തിൽ വിശ്വാസം അർപ്പിക്കുക. നിങ്ങൾക്കുള്ള മാനിഫെസ്റ്റേഷൻ തീർച്ചയായും നടന്നിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ മാനസികമായി എല്ലാ കാര്യങ്ങൾക്കും തയ്യാറാണ്. ആ കോൺഫിഡൻസ് നിലനിർത്തുക. ഇപ്പോഴുള്ള സാഹചര്യം കൂടുതൽ മെച്ചപ്പെടാനിരിക്കുന്നു. 2025 നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു.